ഒന്ന് മൂപ്പിച്ചേ. പോരട്ടെ പോരട്ടെ പോരട്ടെ, അങ്ങനെ പോരട്ടെ. നല്ല ശകുനം. വർമ്മജി ഇന്നലെ രാത്രി വന്നില്ല അല്ലേ? എങ്ങനെ വരാനാ, പ്രീ റെക്കോർഡിംഗ് ആയിരുന്നു. അവിൽപ്പൊതി എന്ന ചിത്രത്തിന്റെ അവിൽപ്പൊതി അവിൽപ്പൊതി ആ ചിത്രത്തിന്റെ 4 റീല് ബാക്കിയായിപ്പോയി. നാളെ സെൻസറിങ്ങാ. പിന്നെ ഉറക്കം വിളച്ചത് തീർത്തു കൊടുക്കുകയുണ്ടായ. പടം എങ്ങനെ? പടം കൊള്ളൂല, പക്ഷെ പാട്ട്. വർമാജിയുടെ സംഗീതം കൊണ്ട് തന്നെ പടം നിൽക്കും. പടം നിന്നാ പോരല്ലോ, ഓടണ്ടേ. ഒന്ന് ഉറങ്ങണമെന്നുണ്ട്. ഉറങ്ങട്ടെ. ഇന്നിനി പകല് മുഴുവൻ കിടന്നുറങ്ങും, എന്നിട്ട് രാത്രി തുടങ്ങും തട്ടുമുട്ടും. ഇങ്ങനെ ദിവസം രാത്രി കളി കൊണ്ടായിരുന്ന ശല്യമില്ലാതെ നമുക്ക് കിടന്നുറങ്ങാം. അതെ അതെ. Miss Rita, please come here immediately. Okay, sir. ഉണ്ണിയെ, നീ പറഞ്ഞത് ശരിയാണ്. അതെന്താ പറയേ? VN Das, വായി നോക്കി ദാസ്. And our consignment from Bombay has not been received in Paris yet. നിങ്ങളെപ്പോലൊരു സ്റ്റെനോവിനെ എനിക്ക് കിട്ടിയത് എന്റെ മഹാഭാഗ്യമാണ്. യു ആർ സോ ലവ്ലി. താങ്ക് യു സർ. നിങ്ങൾക്ക് എഗ്രിമെന്റ് ശുപാർശ ചെയ്ത് ഞാൻ എന്റെ ഓഫീസിലേക്ക് എഴുതിയിട്ടുണ്ട്. സർ, അത് ഇന്നലെ പറഞ്ഞതാ. I forgot it. ചോക്ലേറ്റ്. താങ്ക് യു. ഈ ഞായറാഴ്ചകളിലൊക്കെ മിസ് റീത്ത എങ്ങനെയാ സമയം കളയാ? We should be very prompt in our dealings. സർ, ഇത് ഇന്ന് തന്നെ സൈൻ ചെയ്ത് അയക്കേണ്ടതാണ്. അവിടെ വെച്ചോളൂ. നിങ്ങൾക്ക് പോവാം. I will be coming to Bombay. I will be coming to Bombay. ബോംബെക്ക് വരുന്നോ? ഇല്ല സർ, ഇത് ടൈപ്പ് ചെയ്യട്ടെ. carry on. ഓക്കെ സർ. മിസ് റീത്ത, മിസ് രമണിയോട് ഡെസ്പാച്ച് രജിസ്റ്റർ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറയും. യെസ് സർ. ചാർലി നടക്കാൻ പോയോ? പാല് കുടിച്ചോ? സിഗരറ്റ് വലിച്ചോ? സത്യമായിട്ട് എന്റെ കയ്യിൽ എവിടെയാണ് റോസി സിഗരറ്റ് വാങ്ങിക്കാൻ കാശ്? കാശുണ്ടായിരുന്നാലും സിഗരറ്റ് വലിക്കരുത്. ശരീരത്തിന് കേടാണ്. കമോൺ, മേലൊക്കെ കൈയിട്ട് നൈറ്റ് ഡ്രസ് മാറ്റാം. വാ റോസി, റോസി, എനിക്ക് ഒരു 20 രൂപ വേണം. വല്ലാത്ത ജലദോഷം, കോൾഡ്. സുഖമില്ലെങ്കിലേ നമുക്ക് ഡോക്ടറെ പോയി കാണാം. അയ്യോ, ഡോക്ടർ കൊള്ളൊന്നുമില്ല. ഒരു 4 ഔൺസ് ബ്രാൻഡി ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഒറ്റ ഗൾപ്പിൽ അങ്ങ് അടിച്ചാ മതി. അങ്ങനെ ഇപ്പൊ ജലദോഷം മാറണ്ട. 1 2 3 4 ചുരുക്കിന് മുക്കാമുഴം പോട്ടെ മരി കൊഴുന്ന് കബക്കിന് മാട്ടി പൊടിച്ച് വേസ്താകുമാക്കി റസോ മാറി. അസുഖം കളഞ്ഞല്ലോ. നമുക്കിന്ന് നിർത്താം. രാജമാണിക്കോ, ഈ സംഗീതം വരുന്നത് ഒരു പ്രത്യേക മൂഡിലാണ്. ആ സമയത്ത് ശല്യപ്പെടുത്തരുത്. 1 2 3 4 വേസ്താകുമാക്കി റസോ മാറി ജമാക്കിറായ വേസ്താകുമാക്കി റസോ മാറി ജമാക്കിറായ വേസ്താകുമാക്കി റസോ മാറി ജമാക്കിറായ വേസ്താകുമാക്കി റസോ മാറി ജമാക്കിറായ. ചുരുക്കിന് മുക്കാമുഴം പോട്ടെ മരി കൊഴുന്ന്. ഇതൊരു പരിഹാരം കാണാതെ പറ്റില്ല. പാട്ടും കൂത്തും ബഹളമായിട്ട് മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കില്ല വെച്ചാൽ കേട്ടില്ല എന്ന് വെച്ച് കിടന്നു. സമയത്രയായിരുന്നു? സമയം 12 ആകാറായി. യവന്മാർക്ക് രാത്രി ഉറക്കമില്ലേ? കേട്ടില്ല എന്ന് വെച്ച് കിടന്നു. നമുക്ക് അവന്മാരെ ഒതുക്കാം. നീ വന്നേ. കളിപ്പിച്ചൊന്നും പറയരുത്. വീട് അവന്റെ ആയി പോയില്ലേ എന്ന് വെച്ച് ആയുഷ്കാലം മുഴുവൻ ഈ ബോർഡ് സഹിച്ചുകൊണ്ട് കഴിയണം. നമുക്ക് അവന്റെ ശിഷ്യനെ രാജമാണിക്കത്തിനെ പിടിച്ചു വരട്ടാം. അത് തന്നെ വാ.
വരൂ വരൂ, പാട്ട് കിട്ടുമെന്നായിരിക്കും അല്ലേ? അല്ല വർമാജി, ഞങ്ങക്ക് ഉറങ്ങാനെതിരെ. ഉറങ്ങാനിപ്പോ പാട്ട് കൂടിയേ തീരുന്നായി. എന്തായാലും ഇന്നത്തെ ഉറക്കം പോയി. എന്നാ പിന്നെ നമുക്ക് ഇവന്മാരുടെ ബോഡി കൂടാ. എന്താ രാജമാണിക്ക് എണീക്കുന്നേ? നാളെ റെക്കോർഡിംഗ് ഉള്ളതല്ലേ, അപ്പൊ ഒന്ന് പോകാന്ന് വിചാരിച്ചു. ഇരിക്കടോ. നാളെ റെക്കോർഡ് ചെയ്യാനുള്ളതാ. ട്യൂൺ ഞാൻ ഇട്ട് കഴിഞ്ഞു. പാട്ട് നാളെ റെക്കോർഡിംഗ് തിയേറ്ററിലെ എഴുതി കിട്ടൂ. സാധനം എങ്ങനെയുണ്ട്? ഉഗ്രൻ. ഞാൻ ഇപ്പൊ വരാട്ടോ. ഉണ്ണി ഉണ്ണി ഇരിക്കൂട്ടി. ഇങ്ങോട്ട് ഇരിക്കണോ? അയ്യോ എന്നെ വിട്, ഞാൻ എന്ത് ചെയ്യാനാ സാറേ? ആഹാ പറയാനുള്ള ആളുണ്ടായാ മതി. മുപ്പൊരു നേരം വെളുക്കുന്ന വരെ ഇരുന്നോളൂ. തൽക്കാലം ഞങ്ങൾ ആഹാന്ന് പറഞ്ഞോളാം. താപോ അന്വേഷിക്കും, സാരമില്ല. എന്തൊരു കഷ്ടമാണപ്പ അത്. ഉണ്ണിയോടാവുമ്പോ പറഞ്ഞാ മനസ്സിലാവൂല്ലോ. കവിത നന്നായാലേ ഗാനം നന്നാവൂ. ഈയിടെ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ ട്യൂൺ ചെയ്ത ഒരു സാധനം ഉണ്ട്, കേൾപ്പിക്കാം. സഖി 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 വരുനീയൻ കിനാവിലിൻ ശ്രുതി മീട്ടാൻ. അതെ, ഇതുപോലെ വേറൊരു പാട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ. ഏതാ? ഇത് തന്നെ. പഠിക്കേ. സഖി സഖി വരുന്നീ. സഖി സഖി കഭി കഭി ലൈലനില്ലേ. ഞാനാണ് സി ഡി വർമ്മ. നമസ്കാരം. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്റെ അസിസ്റ്റന്റ് പിന്നെന്താ രാജമാണിക്യം. രാജമാണിക്യം പറഞ്ഞു എന്റെ പാട്ടുകളെ കുറിച്ച് ബോധമുള്ള ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. പാട്ട് ഇഷ്ടാണോ? അതെ. പഠിച്ചിട്ടുണ്ടോ? BSc വരെ. വർമ്മ സാറ് ചോദിച്ചത് സംഗീതം പഠിച്ചിട്ടുണ്ടോന്നാ. സംഗീതം പഠിച്ചിട്ടില്ല, എങ്കിലും കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. ശരി. ആ ചായ ഒന്നുമല്ലോ. രാധ കുടിയും. ചായ കുടിക്കൂ. ഞാൻ ആ സമയത്തൊന്നും കഴിക്കാറില്ല. അതെ, പിന്നെ ഈ കുട്ടി തന്നോണ്ട് കഴിക്കാം. നിങ്ങൾക്ക് വേണ്ടേ? ഞങ്ങള് ചായ കുടിച്ചതാ. 2 ഹിന്ദി പടത്തിനും വർമാജിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. പത്രത്തിൽ വായിച്ചിരിക്കും. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എനിക്കൊരു റെക്കോർഡിംഗ് കാണണമെന്നുണ്ട്. ഞാൻ കൊണ്ടുപോലോ. വരാതെ ഒരാളെ കുളിക്കാൻ നോക്ക്. വർമാജിക്കും തിരക്കുണ്ടാവും. അതെ, ഞാനൊന്ന് പോയി കുളിച്ചു വരട്ടെ. നമുക്ക് ഇനിയും കാണാമല്ലോ. വരും. ബാത്റൂം ഞാൻ കാണിക്കാനൊന്നുമില്ല. നേരെ പോയി റൈറ്റിലോട്ട് തിരിഞ്ഞാൽ മതി. നല്ല കുട്ടി. അതെ,
എന്നെ പൂർണ്ണമായും വിശ്വസിച്ചാണ് അവളുടെ തന്ത അവളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അതിനെന്താ? അത് നമ്മളെ രണ്ടുപേരുടെ കൂടെ ഒരു പെണ്ണ് താമസിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ സംശയിക്കും. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് നീ മോളി വർമ്മനോട് താമസിക്കണം. എന്നുവെച്ചാൽ അവൾക്ക് വേറൊരു സൗകര്യമാകുന്നത് വരെ നടത്താം. അപ്പൊ നീയോ? ഞങ്ങള് ബന്ധുക്കളാണല്ലോ. അത് വേണ്ട. പിന്നെ നീ ഒറ്റയ്ക്ക് ആ പെൺകുട്ടിയുടെ കൂടെ താമസിച്ചാല നാട്ടുകാർ അതും ഇതൊക്കെ പറയുക. അതുകൊണ്ട് നമ്മൾ 3 പേരും കൂടെ താമസിക്കുന്നതല്ലേ നല്ലത്? അല്ല എന്തേ? അല്ല അതല്ല അല്ല പ്രശ്നമുണ്ട്. എന്താ തോന്നുന്നത്? ഞാൻ പറയാം. കുളി കഴിഞ്ഞു ഇല്ലേ? അതെ. ഈ കലാകാരന്മാര് പൊതുവേ മറവിക്കാരാ. ഞാൻ കുട്ടിയുടെ പേര് വയ്ക്കാൻ മറന്നുപോയി. എന്താ പേര്? രാധ. ഹായ്, നല്ല പേര്. ഇവരുടെ ആരാ? ഉണ്ണേട്ടൻ എന്റെ നാട്ടുകാരനാ. അത്രേ ഉള്ളോ? അത് ശരി. ഏതായാലും കുട്ടിക്ക് സംഗീത ജ്ഞാനം ഉണ്ടെന്ന് കേട്ടപ്പോഴേ എനിക്ക് സന്തോഷായി. സമയവും സൗകര്യവും ഉള്ളപ്പോ മേലോട്ട് വന്നോളൂ, പഠിപ്പിക്കാം. എന്തോ നാടാ ഇതൊരു വൃത്തിയില്ല, മെനയില്ല, ഒരുമാതിരി ചന്ത പോലെ ഇട്ടിരിക്കുന്നത്. ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? വരുമോ കുളിരേ അരികിൽ. ഏതോ ഇംഗ്ലീഷ് മ്യൂസിക്കിന് ചൂണ്ടാനുള്ള പരിപാടിയാണെന്നാ തോന്നുന്നത്. വർമ്മജി, വർമ്മജി, ആ സുഖം കളഞ്ഞുല്ലോ. സോറി. സാരില്ല. വർമ്മജി ഇന്ന് പാശ്ചാത്യ സംഗീതത്തിലാണല്ലോ കയറി പിടിച്ചിരിക്കുന്നത്. ഹേയ്, അങ്ങനൊന്നുമില്ല. ഞാൻ നമ്മുടെ സംഗീതവും പാശ്ചാത്യ സംഗീതവും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയായിരുന്നു. പാശ്ചാത്യ സംഗീതം ഇവിടെ കിടക്കണോ, നമ്മളിവിടെ കിടക്കണോ? ആ, നിങ്ങൾ വന്നു നന്നായി. എന്റെ ചില പുതിയ സാധനങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഒരു 100 രൂപ കിട്ടിയിരുന്നെങ്കിൽ അടുത്ത മാസത്തെ വാടക കൂടെ തിരിച്ചു തരാം. എന്താ ഇത്ര അർജന്റ്? രാധയെ നാട്ടിലേക്ക് അയക്കണം. ഇവിടെ ജോലി ശരിയായില്ല, അതുകൊണ്ടാ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ, വർമ്മജിയുടെ ജോലി നടക്കട്ടെ. എന്ത് ജോലി? ഇരിക്കുന്നേ. അല്ല, ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം, ടിക്കറ്റ് എടുക്കണം. അതിന് ഒരാൾ പോയാ പോരെ? അല്ല, അത് മതി മതി, ഞാൻ പോയിട്ട് വരാം. നമുക്ക് ഒന്നിച്ച് രാധയെ കാണാം. രാത്രി വേണമെങ്കിൽ ഞാൻ പോയിക്കോളാം. നീ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഉണ്ണി ഇവിടെ തന്നെ കാണും. ടിക്കറ്റ് എടുത്തോണ്ട് നേരെ ഇങ്ങോട്ട് വരണം. ഉണ്ണി, ഉണ്ണി, ഈ കസേര അങ്ങോട്ട് ഇരുന്നോളൂ. ആ, ഇരിക്കൂ. ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല്ല, മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 ജ. നല്ല മൂടല്ലേ? ആ, വിരിഞ്ഞ പാലപ്പൂമണം വന്നാൽ ഗുമുകുമകുമകു, തേൻ കൂട്ടിൽ കല്ലു വീണാലു. നല്ലൊരു പെൺകുട്ടി കല്യാണം കഴിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പെൺകുട്ടികളെ വേണം കണ്ടെത്താൻ. ആവശ്യത്തിന് സൗന്ദര്യം, തരക്കടില്ലാത്ത വിദ്യാഭ്യാസം, ആകെ കൂടി കൊള്ളാവുന്ന ഒരു കുട്ടി. ടിക്കറ്റ് എടുത്തു കൊടുത്താൽ അവൾ നാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോവല്ലോ, അതാണ് പ്രശ്നം. ഉണ്ണിക്കാണെങ്കിൽ അവന്റെ നാട്ടുകാരിയാണ്. ഇടയ്ക്ക് ലീവ് എടുത്ത് എന്നാൽ എപ്പോ വേണമെങ്കിലും കാണാം.
വേണ്ടി വന്ന കുടുംബക്കാരുമായി ആലോചിച്ച് കല്യാണം വരെ കഴിക്കാം. ഞാൻ എന്ത് ചെയ്യും? അവൾ എവിടെയാണെങ്കിൽ എന്നും നേരിട്ട് കാണാം. നല്ല പെരുമാറ്റത്തിലൂടെ അവളുടെ ശ്രദ്ധ ആകർഷിക്കുക എന്ന് തന്നെ വെക്കുക. സൗന്ദര്യത്തിലും ഉണ്ണിയേക്കാൾ അല്പം ഭേദമാണല്ലോ നമ്മൾ. അവൾ എവിടെ തന്നെ നിന്ന് കിട്ടിയാൽ ജയിച്ചു. അതിനെന്ത് ചെയ്യും? That's it. വാ ഗുരുവി വരു ഗുരുവി വാഴക്കൈ മേലേറി ഗുരുവി വാ ഗുരുവി വരു ഗുരുവി വാഴക്കൈ മേലേറി ഗുരുവി നാരു തരാം ദിൻ 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 ചകിരി തരാം ദിൻ 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 നാരു തരാം ചകിരി തരാം കൂടുണ്ടാക്കാൻ കൂടെ വരാം. രാധിക്ക് ജോലി കിട്ടാഞ്ഞത് നന്നായി. സേതുവിന് വലയെന്ന് രക്ഷപ്പെട്ടല്ലോ. വിഷമമൊന്നുമില്ലല്ലോ? ഇല്ല. സംശയം വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. പിന്നെ ജനറൽ മാനേജറെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പാവമാണ്, പക്ഷേ ശല്യം സഹിക്കില്ല. അത് കണ്ടു അറിഞ്ഞും പെരുമാറിയാ മതി. ഞാൻ പറഞ്ഞു വരുന്നത്, വീട്ടിലേക്ക് എഴുതുമ്പോഴേ ഉണിക്കണ്ട അമ്മാവനെ ഞാൻ പ്രത്യേകം അന്വേഷിച്ചിട്ട് പറയണം കേട്ടോ. ഹലോ, ഞാനങ്ങോട്ടിരിക്കട്ടെ. ആഫീസ് ജോലി എന്ന് പറയുന്നത് വലിയ ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. രാവിലെ അതിന്റെ ഒരു ഗുട്ടൻസ് പിടിയില്ലല്ലോ. പിന്നെ തേക്കാൻ വല്ല കാച്ചി എണ്ണയിട്ട് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കോട്ടയ്ക്ക് വാങ്ങിച്ചു തരാം. വേണ്ട, അങ്ങനെയൊന്നുമില്ല. ദാസാർ വിളിക്കുന്നു. മിസ് രാധ എവിടെയാ താമസിക്കുന്നത്? റോസി ചേച്ചിയുടെ കൂടെയാ. അവിടെ അസൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല സർ. റോസിയുടെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? റോസി ചേച്ചി, മകൾ, പിന്നെ ചാർലി അങ്കിൾ. ചാർലിയോ? ചാർലി എന്ന് പറയുന്നത് റോസിയുടെ ഹസ്ബൻഡ് ആണല്ലേ? അതെ. ആളെങ്ങനെ? നല്ല മനുഷ്യനാണ് സർ, എന്നെ വലിയ ഇഷ്ടമാണ്. ഐ സീ. ഈ രാധയ്ക്ക് ഇഷ്ടപ്പെട്ട ഈ സ്റ്റേറ്റ്മെന്റ് സാറ് നോക്കിയിട്ടില്ല? ഞാൻ പിന്നീട് നോക്കിക്കോളാം. നോക്കോളൂ സാർ. വളരെ അത്യാവശ്യമുള്ളതാണോ അല്ലയോ തീരുമാനിക്കേണ്ടത് ഞാനാ. ഐ ആം ദി ജനറൽ മാനേജർ ഹിയർ. മനസ്സിലായോ? മനസ്സിലായി. ക്ലോസ് ദി ഡോർ. രാധയ്ക്ക് ഇഷ്ടപ്പെട്ട താരങ്ങൾ, ഐ മീൻ ഫിലിം സ്റ്റാർസ് ആരൊക്കെയാണ്? ഞാൻ സിനിമ വളരെ കുറച്ചേ കാണാറുള്ളൂ സർ. വെരി ഗുഡ്. പെൺകുട്ടികൾ വളരെ കുറച്ചേ സിനിമ കാണാവും. സർ, ആ അക്കൗണ്ട്സ് ഫയൽ കിട്ടിയില്ല. ഇഡിയറ്റ്. ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നു. നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൊടുത്തേക്കില്ലേ? അല്ല, സാറ് മറന്നോന്ന് വിചാരിച്ച്. മറന്നിട്ടില്ല. മനസ്സിലായോ? മനസ്സിലായി. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം എന്തോ തന്നോടല്ല പറഞ്ഞത്. ഇതാണ് ലൈഫ് ലൈൻ. ഇത് ഭാഗ്യരേഖ. ഭാഗ്യരേഖ നല്ലോണം തെളിഞ്ഞിട്ടുണ്ട്. ഈ മംഗല്യരേഖയാണ് വളരെ പ്രധാനം. ഇത്രയും വിശേഷമായൊരു മംഗല്യരേഖ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എക്സ്ക്യൂസ് മീ സർ. യെസ്, വാട്ട് കാൻ ഐ ഡു ഫോർ യു? ഈ ബാലൻസ് ഷീറ്റ് ഒന്ന് നോക്കിയാൽ കൊള്ളാം. അവിടെ വെച്ചേക്ക്, ഞാൻ പിന്നെ നോക്കിക്കോളാം. താങ്ക് യു സർ. മിസ്സസ് ദാസിന് സുഖം തന്നെയാണോ സർ? അതെ. ഞാൻ കണ്ടിട്ട് കുറേ നാളായി. ക്ലബിൽ ഇപ്പൊ പോവാനേ പറ്റുന്നില്ല. സാരമില്ല. കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ പാവം വല്ലാതെ ക്ഷീണിച്ചിരുന്നു. BP ഇപ്പൊ എങ്ങനെയുണ്ട് സർ? കുറവുണ്ട്. സാറിനെ പോലെ ഇത്രയും സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടിയതാണ് അവരുടെ ഏറ്റവും വലിയ ഭാഗ്യം. മിസ് രാധ,
യു കൻ ഗോ നൗ. താങ്ക് യു സർ. ഞാൻ പിന്നീട് വിളിച്ചോളാം. ശരി സർ. സൗന്ദര്യം ഈശ്വര സൃഷ്ടിയാണ്. അതെവിടെ കണ്ടാലും നാം ആസ്വദിക്കണം. അതിന് കിടക്കരുതെന്ന് മാത്രം. ഭംഗിയുള്ള സ്ത്രീയെ കണ്ടാൽ അവരുടെ ഭംഗി നമ്മൾ അംഗീകരിക്കുക, അഭിനന്ദിക്കുക. ദേ ഓൾസോ വിൽ ബി ഹാപ്പി. ഹലോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഗേൾസ്. Okay, see you. ശരി സർ. തലയിൽ സ്വന്തം മുടിയുള്ളതും കൊണ്ട് നടന്നാ പോരെ? പെണ്ണുങ്ങളെ കാണുമ്പോ തന്റെ ശൃംഗാരം. തന്റെ ഈ വിഗ് ഞാനൊരു എടുക്കും. കിഴവന്റെ വിചാരം കമലഹാസനാണെന്നാ? അല്ലെങ്കിൽ പിന്നെ ഈ വയസ്സുകാലത്ത് കഷണ്ടി ഇല്ലെന്ന് കാണിച്ചുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഏഞ്ചൽ പറയുന്നത് രാവിലത്തെ നടത്തം പെണ്ണുങ്ങളെ കാണാനാണെന്നാ. ഓക്കെ സർ. മിസ് രാധ, സാർ വിളിക്കുന്നു. അവരോട് അതൊക്കെ പറഞ്ഞോ? ഏത് സർ? അബൌട്ട് ദിസ് തിങ്? ഇല്ല സർ. പിന്നെ എന്തിനാ എല്ലാവരും ചിരിച്ചത്? അത് റോസി ചേച്ചി ഒരു തമാശ പറഞ്ഞിട്ടാണ് സർ. ആരെങ്കിലും ചോദിച്ചാൽ തന്നെ രാവിലെ നടന്നതിനെ പറ്റി പറയരുത്. ഇല്ല സർ. ഗുഡ് ഗേൾ. 3 മാസത്തിനകം മിസ് രാധയ്ക്ക് ഞാൻ ഇൻഗ്രിമെന്റ് മേടിച്ചു. താങ്ക് യു സർ. കുട്ടി പോയിരുന്നോളൂ. പെൺകുട്ടികൾ എത്ര നല്ലവരാണ്. സ്ഥാപനത്തിന് പുരോഗതി ഉണ്ടാവണമെങ്കിൽ ബാക്കി സ്റ്റാഫ് എല്ലാം പെണ്ണുങ്ങളായിരിക്കും. ഇന്നെന്താ സാർ ഈ വേഷത്തിൽ? ഇന്ന് സിംഗപ്പൂർ സ്റ്റൈലിലാകാമെന്ന് വെച്ചു. ഇനി സിംഗപ്പൂർ കണി കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആരാണെന്ന് നോക്ക്. ഇതിന്റെ പങ്ക് കൊടുക്കണ്ട വരൂ. സാർ കൊച്ചമ്മയൊക്കെ തിരിച്ചു വന്നിരിക്കുന്നു. കൊച്ചമ്മേ? അതെ. രമു, ഇതെല്ലാം വാഷ് ഔട്ട്. ഒരു പൊടി പോലും കാണരുത്. എന്റെ കർത്താവെ, സിനിമാ തിയേറ്ററും ക്ലോസ് ചെയ്തു. കാപ്പി വാങ്ങി തന്നുകൊണ്ടൊന്നും കാര്യം തരുന്നില്ല കേട്ടോ. ഏയ്, സിനിമ കാണിച്ചു തരാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തല്ലോ, അതുപോരെ. ചാർലി അവിടെ കണ്ടില്ല. രാമു. എന്തോ? ചാർലി ഉറങ്ങിയോ? ഇല്ല, ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നല്ലോ. ബാത്റൂമിൽ എങ്ങനെ പോയി കാണും. എന്താ ചാർലി? റോസി, നീ എന്നെ പറ്റി എന്ത് വിചാരിച്ചു? സിംഗപ്പൂരിൽ എത്ര മാന്യനായിട്ട് കഴിഞ്ഞവരാണ് ഞാനെന്ന് നിനക്കറിയാമോ? എന്തു പറ്റി? വരൂ, വന്ന് കിടക്കൂ. നീ എന്നെ കിടത്താതിരുന്നാ മതി. ഞാനെന്താണ് ഈ കൊച്ചു കുഞ്ഞോ മറ്റോ ആണ്.
ഇത്രയധികം രൂപ സമ്പാദിച്ച് നാലക്കമുള്ള തുക പെൻഷൻ വാങ്ങിക്കുന്ന എനിക്ക് ഒരു പെഗടിക്കണമെങ്കിൽ നിന്റെ അനുവാദം വേണം. ഇത് എവിടത്തെ ന്യായമാടി? ആ ചാർലിക്ക് കുടിക്കാനും സിഗരറ്റ് വലിക്കാനും പാടില്ല. അതുകൊണ്ടല്ലേ ഞാൻ കാശ് തരാത്തത്. ആണുങ്ങളായ കുടിക്കും സിഗരറ്റ് വലിക്കും. അത് ചോദിക്കാൻ പെണ്ണുങ്ങൾക്ക് എന്താ അവകാശം? വയസ്സായില്ലേ, ആരോഗ്യം നോക്കാൻ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ സമ്മതിക്കൂല അല്ലേ? ചെടി ചെടി അയ്യോ, എത്ര നേരമായി ബാത്റൂം പോയിട്ട്? എന്ത് പറ്റി? ചാർലി, ചാർലി, പേടിച്ചു പോയല്ലേ? ഇതാണ് സിംഗപ്പൂർ മാൻ. മൂക്കറ്റം കുടിച്ചിട്ടുണ്ട്. എവിടുന്ന് കിട്ടി? നമ്മുടെ സേതു ഉണ്ടല്ലോ, വളരെ നല്ലവനാണ്. പറയുമ്പോ എല്ലാം പറയണല്ലോ. ഉണ്ണി വളരെ നല്ലവനാണ്. പോട്ടെ. നമ്മുടെ ഈ കൊല്ലത്തെ ഡോഗ് ഷോ ഈ മാസം 15ന് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതെയോ? ആ, ഉദ്ഘാടനത്തിന് മിസ്റ്റർ ദാസ് തന്നെ വേണമെന്ന് എല്ലാവർക്കും നിർബന്ധം. അതിനെന്താ? പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ മിസ്സിസ് ദാസ്. ഓക്കെ ഓക്കെ. വാസു, എന്തോ? സാറിനെ കാണാൻ മിസ്റ്റർ തോമസ് മറ്റും വന്നിരിക്കുന്നെന്ന് പറയും. Yes, come in. കാണാൻ തോമസ് സാറും മറ്റും വന്നിരിക്കുന്നു. ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞു. കൂട്ടത്തിൽ സ്ത്രീകളാരുമില്ലല്ലോ? രണ്ടുപേരുണ്ട്. ഉണ്ടോ? എന്നാലേ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, ദേ വരണമെന്ന് പറയും. ഈ സിറ്റിയിൽ വെച്ച് നടന്നിട്ടുള്ള എല്ലാ ഡോഗ് ഷോയിലും എത്ര പ്രൈസുകൾ വാരിക്കൂട്ടിയുള്ള ആളാണ് മിസ്സിസ് ദാസ് എന്നറിയാമോ? അന്നൊക്കെ എന്റെ റൂബി മോൾ ഉണ്ടായിരുന്നു. മകള് കല്യാണം കഴിഞ്ഞു പോയോ? മിസ്സിസ് ദാസിന് മക്കളില്ല. റൂബി അവരുടെ പട്ടിയായിരുന്നു. അവള് മരിച്ചു. എന്നും അവളെ കണ്ടുകൊണ്ടിരിക്കാൻ മിസ്സിസ് ദാസ് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന അത്. മിസ്സിസ് ദാസ്, ഇത്തവണ നിങ്ങളുടെ അൽസേഷനെ ഡോഗ് ഷോയിൽ എൻട്രി ചെയ്യിക്കണം. നമുക്കിട്ട് പ്രൈസ് ഏർപ്പെടുത്താം. കിട്ടില്ല, അവനൊരു വിവരം കെട്ടവനാ. ആശാ രാവിലെ തന്നെ ആരംഭിക്കൂ? അയ്യോ ഇല്ല, അത് നായമോന്റെ പേരാ. അവനെ വിളിക്കുന്നതാ. ഞങ്ങൾ അവനെ മോനെ പോലെ വളർത്തുന്നത്. അല്ല, ഞാൻ വിസ്കീന്ന് കേട്ടപ്പോ ആ വക വൃത്തികെട്ട സ്വഭാവം ഒന്നും മൂപ്പർക്കില്ല. നല്ല ഒന്നാം തരം പെപ്പിള്ളേരെ. അവരോട് 4 വർത്തമാനം പറഞ്ഞ് രസിക്കാന്ന് വെച്ചാൽ ആ കുരുമുരുത്ത കിട്ടാൻ വെഗ് കൊടുത്തോണ്ട് പോയി. കുളീനും കഴിഞ്ഞില്ലേ? ഒന്ന് വേഗം വരൂ. ജസ്റ്റ് മിനിറ്റ്. Sure. എന്താ കുന്തം ഇത് കണ്ടോ? ഈ തലയും വെച്ച് എങ്ങനെ അവരുടെ അടുത്തേക്ക് പോകണം? വർമാജി, ആ സുഖം കളഞ്ഞല്ലോ. സ്വരം ഇങ്ങോട്ട് പറഞ്ഞു തന്നാ മതി. നിർബന്ധമാണോ? അല്ല, പഠിക്കാൻ എളുപ്പമായിരുന്നു. എന്നാ ശരി. ഗമ ഗമ ഗ
ഗമ ഗമ ഗ. അയ്യോ അങ്ങനല്ല. ഗമ ഗമ ഗ. സാരേ ഗ ബ പ. കറക്റ്റ്. അല്ല, ഈ സ്ത്രീ വിഷയത്തിൽ ചാർലി എങ്ങനെയാ? ഞാൻ അതിലൊരു ഗജ വീരനാ. എനിക്കത് കണ്ടപ്പോഴേ മനസ്സിലായി. പറ, അവൾ ആളെങ്ങനെയാ? ചുമ്മാ പറയുന്നേ, ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായിപ്പോയത് കൊണ്ട് ഞാൻ പറയാം. ഞാൻ ആദ്യം കണ്ടപ്പോ ഒന്ന് കണ്ണടി, എന്നിട്ട് അവൾ നാണിച്ച് ചുണ്ടൊന്ന് കടിക്കും. അതിന്റെ അടുത്ത ദിവസം ഞാനൊരു പുഞ്ചിരി അങ്ങോട്ട്, അവൾ നാണിച്ച് തങ്ങനെയോ ചിരി. എനിക്ക് ആദ്യം ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു, എങ്കിലും ഞാൻ കൈമാടി എന്ന് വിളിച്ചു. അയ്യോ, ആരെങ്കിലും കണ്ടാലോ എന്ന് അവൾ. ആരും കാണൂല, ഇങ്ങ് പോരെന്ന് ഞാൻ. അവൾ അല്പം ശങ്കയോടെ എന്നാൽ നാണത്തോടെ അടിവെച്ച് മന്നം എന്റെ അടുത്ത് വന്ന് നിന്നു. എനിക്കാണെങ്കിൽ ആകെ ഉള്ളിലൊരു കുളിര്. ഞാൻ അവളുടെ കുളിർമേനിയിലൊന്ന് തൊട്ടു. അവൾ കോരി തരിച്ച് തല കുരിച്ചു. ഞാൻ ആ മുഖം പിടിച്ചുയർത്തി, എന്നിട്ടൊരൊറ്റ കെട്ടിപ്പിടുത്തം. മിസ്റ്റർ ചാർലി, താനാണല്ലോ യഥാർത്ഥ ഭാഗ്യവാൻ. ഇന്ന് മുതൽ ഞാൻ വേറെ താൻ വേറെ എന്നൊന്നില്ല, നമ്മൾ ഒന്നാണ്. പിന്നെ എന്നെ ഒന്ന് നല്ലപോലെ പരിചയപ്പെടുത്തണം. നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ആ പരിചയമല്ല, ചാർലിയെ പോലെ അവളോട് പെരുമാറാൻ എനിക്കും ഒരു അവസരം ഉണ്ടാക്കി തന്നെ എന്റെ ഒരു ആഗ്രഹം. എന്റെ ഭാര്യയോട് ഞാൻ പെരുമാറുന്ന പോലെ തനിക്കും പെരുമാറണമെന്നോ? അടിച്ച് പല്ലിയാൻ കുഴിക്കും. നിങ്ങളുടെ ഭാര്യയെ പറ്റിയാണ് ഇത്ര നേരം പറഞ്ഞത്, അല്ലാതെ വേറെ ആരുടെ ഭാര്യയെ പറ്റി പറയാൻ. എന്നാ കുടിച്ചത് മതി, വീട്ടിൽ പോകാൻ നോക്കൂ. അത് ശരിയല്ല, തുടങ്ങിയതൊക്കെ കുപ്പി തീർത്തിട്ട് വേണ്ട വേണ്ട, അത് ഞാൻ തീർത്തോളാം. ഇവിടെ ഇരുന്നോട്ടെ. എണീക്കൂ. കള്ളു കുടിച്ച സ്വഭാവം മാറുന്നല്ലേ? അപ്പൊ ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്നെ കുടിപ്പിച്ചല്ലേടാ. അപ്പൊ പറഞ്ഞ് മനുഷ്യനെ ബോറടിക്കാൻ വന്നിരിക്കും. സാർ. എന്താ സാർ? എന്താ സാർ, എന്താ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. സാറ് ഒരു ഉപകാരം ചെയ്യണം. എന്തുപകാരം? എനിക്ക് ഒരു മാസത്തെ ലീവ് വേണം. ലീവോ? അതെ, ഒപ്പം പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ഒരു 5000 രൂപ ലോൺ അനുവദിക്കണം. പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് വെറും ഒരു 5000 രൂപ ലോൺ അനുവദിക്കണം. എന്തിന്? എന്റെ കല്യാണത്തിന്. കല്യാണത്തിനോ? ഏതാ പെൺകുട്ടി? നമ്മുടെ രാധ. രാധ? ആ. നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണോ? ഇഷ്ടമാണോന്ന് ചോദിച്ചാൽ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ഉള്ളുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ്. രാധ ഈ കല്യാണത്തിന് സമ്മതിച്ചോ? അത് ഞാൻ പറഞ്ഞിട്ടില്ല, എങ്കിലും സമ്മതിക്കും. താനൊക്കെ ഓഫീസിൽ വരുന്ന കണ്ട പെമ്പിള്ളേരുടെ വായി നോക്കിയിരിക്കാനാണല്ലേ? വിവാഹമാണത്ര, വിവാഹം. ഇനി ഇതേപ്പറ്റി ഒരു അക്ഷരം എൻ്റെ അടുത്ത് മിണ്ടിപ്പോയത്. മാത്രമല്ല, ഓഫീസിൽ വെച്ച് ആ കുട്ടിയെ നോക്കി സംസാരിക്കുക എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു എന്നും വരട്ടെ. പിന്നെ ഈ ഓഫീസിന്റെ പണി ഞാനും കൂടെ കയറില്ല, മനസ്സിലായോ? പ്രോവിഡന്റ് ഫണ്ട്. നോട്ട് യുവർ സീറ്റ്. സാറിനെ സമ്മതിക്കണം കേട്ടോ. എത്ര പെട്ടെന്ന് ഓരോരുത്തരുടെ കള്ളക്കളി കണ്ടുപിടിക്കുന്നത്. ആ പെണ്ണിനെ ഇവൻ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി സാറേ. പിന്നെ ഞാനെങ്ങനെ ഇവിടെ വന്ന് ഇത്തരം ചീപ്പായ കാര്യങ്ങൾ പറയുക എന്ന് വെച്ചിട്ടാ. അങ്ങോട്ട് പൊക്കോളൂ. നടക്കച്ചവി ഒരു ചവിട്ടങ്ങോട്ട് വന്നോണ്ട്. അയ്യോ, കടിക്കും. ഒന്നിങ്ങോട്ട് വിളിക്കാം. താങ്ക് യു. നിങ്ങൾ ആരാ? ഞാൻ സാറിന്റെ ഓഫീസിലെ ക്ലാർക്കാ. വാട്ട് ഈസ് ദിസ്?
2 കൊറിയേഷൻ നായ്ക്കളാ മാഡം. കൊറിയേഷനോ? അതെ, എന്റെ കസിൻ കൊറിയയിൽ നിന്ന് അയച്ചു തന്നതാ. വലിയ വില പിടിച്ച ഇനമാ. ഇവിടെയൊന്നും അന്വേഷിച്ചാൽ കിട്ടില്ല. 100-100 പവൻ വിലയുള്ള സാധനമാ. 100 പവനോ? ഇതിനോ? അയ്യോ, ഇപ്പോഴിങ്ങനെ ഇരിക്കുന്നത് കണക്കാക്കണ്ട. യാത്രാക്ഷീണം കൊണ്ടാ. പ്ലെയിനിൽ യാത്ര ചെയ്ത് വന്നതല്ലേ. 6 മാസം മുട്ടയും സൂപ്പും ഒക്കെ കൊടുത്താൽ യവന്മാരൊന്നും മിനുങ്ങും. മാഡം ഇത് സ്വീകരിക്കണം. ഞാൻ പ്രസന്റ് ആയി കൊണ്ടുവന്നത്. ഇന്ന് മുതൽ ഇതാണ് നിങ്ങളുടെ വീട്. ചേച്ചിയാണ് നിങ്ങളുടെ മമ്മി. ഇനി ആ കൊറിയയുടെ കാര്യമൊക്കെ മറന്ന് നമുക്ക് ഇന്ത്യക്കാരായി ജീവിക്കണം. മലയാളം പഠിച്ചു വരുന്നതേ ഉള്ളൂ. അങ്ങനെ അന്യരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന വകയൊന്നുമല്ല. പിന്നെ ചേച്ചി ആയതുകൊണ്ടാ. ഞാൻ ചെറിയൊരു റിക്വസ്റ്റുമായി വന്നിരിക്കുകയാണ്. പക്ഷേ അതിനുവേണ്ടിയാണ് ഞാൻ ഈ കൊറിയേഷൻ ഡോഗ്സിനെ കൊണ്ടുവന്നതെന്ന് വിചാരിക്കരുത്. എന്താ കാര്യം? എന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. സാറിനോട് പറഞ്ഞ് ആ പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ഒരു 5000 രൂപ ലോണായിട്ട് വാങ്ങിച്ചു തരും. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? ഞാനൊന്ന് പറഞ്ഞു നോക്കാം. എന്ന് പറഞ്ഞാ പോരാ, മാഡം എങ്ങനെയെങ്കിലും അത് സാധിച്ചു തരണം. നോക്കട്ടെ. നിങ്ങൾ ഇരിക്കൂ. മാഡം, ഇവരെ എയർ കണ്ടീഷൻ മുറിയിലാക്കണം. അങ്ങനെ ശീലിച്ചിട്ടുള്ളൂ. ആ, ഗുഡ് ഈവനിങ് സാർ. താനെന്തിനൂടെ വന്നു? അല്ല, നമ്മുടെ കൊറിയേഷൻ സ്പെഷ്യൽ കൊറിയേഷൻ നായ്ക്കൾ 1-2 കൈ വന്നു. അവയെ കണ്ടപ്പോ എനിക്ക് സാറിന്റെ ഓർമ്മ വന്നു. നായ കണ്ടപ്പോഴാണോ എന്നെ ഓർമ്മ വന്നത്? അയ്യോ, അതല്ല സർ. എന്താ ഈ പറയുന്നത്? ഇവിടെ കിട്ടാൻ പ്രയാസമുള്ള നായ്ക്കുട്ടികളെ കണ്ടപ്പോ അത് ചേച്ചിക്കിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഡാർലിംഗ്, ഇയാൾക്ക് പ്രോവിഡന്റ് ഫണ്ടിന് ആവശ്യമുള്ള തുക കൊടുക്കണം. എന്തിന്? എന്റെ വിവാഹം നിശ്ചയിച്ചു. അപ്പൊ നായ്ക്കുട്ടികൾക്ക് തിന്നാൻ എന്താ കൊടുക്കേണ്ടത്? മുട്ട, പാല്, സൂപ്പ് മാറി മാറി കൊടുക്കാം. ഇപ്പൊ മുട്ട കൊടുക്കാം അല്ലേ? ഓ സാറിന്റെ ലോണിന്റെ കാര്യം ഡീറ്റെയിൽസ് പറയൂ. പെണ്ണേതാ? സാർ അറിയില്ല. നാട്ടില. പേര്? പേര് ദമയന്തി. വയസ്സ്? 21. നിറം? ഈ കൊന്നപ്പൂ കണ്ടിട്ടില്ല, അത് തന്നെ. മുടിയാണെങ്കിൽ കണങ്കാല് വരെ. പിന്നെ കണ്ണും കവളും ഒക്കെ ഞാൻ എന്താ പറയാ. ഇരിക്കൂ. അപ്പൊ താൻ അവളെ വിവാഹം കഴിക്കും? പഠിച്ചിട്ടുണ്ടോ? BA വരെ. വിവാഹം കഴിഞ്ഞ് കഷ്ടപ്പെടരുത്. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. നമ്മുടെ ഓഫീസിൽ അവൾക്ക് തക്കതായൊരു ജോലി ഞാൻ കൊടുക്കാം. താങ്ക് യു സർ. തനിക്ക് ഞാൻ ഉദ്യോഗക്കയറ്റം തരും. ബോംബെയിലെ നമ്മുടെ ഹെഡ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പൊ ഞാൻ വരട്ടെ. പിന്നെ കുട്ടിയുടെ ഫോട്ടോ ഇരിപ്പുണ്ടോ കയ്യില്? ഒന്ന് കണ്ടാ വേണ്ടില്ലായിരുന്നു. നാളെ ഓഫീസിൽ വരുമ്പോ ഒന്ന് കൊണ്ടുവരുമോ? ഡാർലിംഗ്, ഈ നായ്ക്കുട്ടികൾ മുട്ട കഴിക്കുന്നില്ല. ഒന്നിങ്ങോട്ട് വരൂ. അപ്പോഴേ എനിക്ക് പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട്. 1 മാസത്തെ ലീവ്. താനിത് എങ്ങനെ അടിച്ചെടുത്തോ? മാനേജിംഗ് ഡയറക്ടർ ഇപ്പൊ എന്റെ സ്വന്തം ആളാണോ. വേറെ ചിലർ ഇതിനു വേണ്ടി ഇവിടെ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. അത് വെച്ച് നോക്കുമ്പോ ഇതൊരു വലിയ കാര്യമല്ലേ? എന്തിനാ സേതു ഇപ്പൊ ലീവും പറ്റും? എനിക്കിഷ്ടപ്പെട്ട, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കാൻ പോവാണ്. ഇവിടെ വാ. അതെടുത്ത് എന്റെ ക്യാബിനിലേക്ക് കൊണ്ടുവരും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. മിസ്റ്റർ സേതു, കം ടു മൈ റൂം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. അതവിടെ വച്ചിട്ട് പോക്കോളൂ. എന്താ സർ വിളിച്ചത്? ഇതിന്റെ പേരെന്താ പറഞ്ഞ? കൊറിയേഷനോ?
കണ്ട റോട്ടിൽ കിടക്കുന്ന അലവലാതി പട്ടികളെ കൊണ്ടുവന്ന് ഞങ്ങളെ കളിപ്പിക്കാന്ന് വിചാരിച്ചോ? സാർ സത്യത്തിൽ ഇത് യു ഷട്ട് അപ്പ്. താൻ ജനിക്കുന്നതിന് മുമ്പ് എനിക്ക് പട്ടികളുമായി ബന്ധമുണ്ട്, അറിയാമോ എനിക്ക്? അറിയാം. ഇനി ഞാൻ ഈ ഓഫീസിൽ ഉള്ളിടത്തോളം കാലം തനിക്ക് ലോണുമില്ല, ലീവുമില്ല. എടുക്കുക എടുക്കുക ഉടാ. അപ്പൊ ചേച്ചി പറഞ്ഞ കാര്യം You got your seat. റിപ്പോർട്ട് എന്തോ റിപ്പോർട്ട്. എന്റെ കഴിഞ്ഞ പടത്തിലെ മ്യൂസിക് ഡയറക്ടറെ എനിക്ക് തല്ലേണ്ടി വന്നു. അയ്യോ അതെന്തിന്? ഒരു ഹിന്ദി പാട്ടിന്റെ ട്യൂൺ മോഷ്ടിച്ച് എന്റെ പടത്തിലിട്ടെന്നേ. അയാളുടെ സ്ഥിരം പരിപാടി മോഷണമാ സാറേ. ഈ ഭാവനയില്ലാത്തവൻ ഈ പണിക്ക് പോരുത് രാജമാണിക്യം. എന്നും പറയാ ട്യൂൺ ഡയറക്ടറെ കേൾപ്പിക്കണ്ടേ? അങ്ങേര് വേറൊരു പടത്തിന്റെ ലൊക്കേഷൻ കാണാൻ ആഫ്രിക്കയിൽ പോയിരിക്കുകയാണ്. ട്യൂൺ ഞാൻ കേട്ടാലും മതി. ഇതെന്റെ കഴിഞ്ഞ പടത്തിലെ പാട്ടിന്റെ ട്യൂണാ. ഈ കോപ്പി അടിക്കാരെ കൊണ്ട് തോറ്റ് രാജമാണിക്യം.